നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ട്രൂ മാർക്കറ്റിംഗ് കേജസ് സോമാനത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ വർഷത്തെ iQOO ഫോണിൽ നിന്നും ഇറങ്ങിയ മൂന്നാമത്തെ ഫോണായ iQOO Set 3യുടെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തുനിന്നുമാണെങ്കിൽ 6.62 IPSLCD ഫുൾ HD ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഫോണിന്റെ റീഫ്രഷ് റേറ്റ് വന്നിരിക്കുന്നത് 120 നിറ്റ്സ് ആണ്. മാത്രവുമല്ല സ്മാർട്ട് സ്വിച്ച് എന്നൊരു പുതിയ ഫീച്ചറും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. HDR10 സപ്പോർട്ടും കൂടി ഇതിൽ ഉണ്ട്. അതുപോലെ തന്നെ 128 നിറ്റ്സ് ആണ് ഇതിന്റെ ടച്ച് സാമ്പിളിംഗ് വന്നിരിക്കുന്നത്. അതുപോലെ പാണ്ട ഗ്ലാസ് ആണ് ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷനായി വന്നിരിക്കുന്നത്. ഫോണിന്റെ ക്യാമറയുടെ ഭാഗത്തുനിന്നുമാണെങ്കിൽ പിൻഭാഗത്തെ 3 ക്യാമറ വന്നിരിക്കുന്നു. 64 മെഗാ പിക്സൽ സാംസങ്ങിന്റെ ISOL GW3 സെൻസറാണ് വന്നിരിക്കുന്നത്. അതുപോലെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ, 2 മെഗാ പിക്സൽ മാക്രോ ലെൻസ് വന്നിരിക്കുന്നു. ഫോണിന്റെ മുൻഭാഗത്തെ ക്യാമറ വന്നിരിക്കുന്നത് 16 മെഗാ പിക്സൽ ആണ്. അതൊരു വാട്ടർ നോച്ചിലാണ് വന്നിരിക്കുന്നത്. ഫോണിന്റെ സിസ്റ്റം വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് ലെവലിലാണ്. അതുപോലെ പ്രോസസറിന്റെ സൈഡിൽ നിന്നാണെങ്കിൽ Snapdragon 768G എന്ന മികച്ച ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സ്നാപ്ഡ്രാഗന്റെ 768 ചിപ്സെറ്റ് വന്നിരിക്കുന്നത്. കൂടാതെ ഇതിൽ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല വിവോയുടെ ഫൺ ടച്ച് OS ആണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ഇതിന്റെ ബെഞ്ച് മാർക്കിന്റെ സൈഡിൽ നിന്നുമാണെങ്കിൽ ഇതിന്റെ AnTuTu സ്കോർ വന്നിരിക്കുന്നത് 4,50,000 സംതിങ് ആണ് വരുന്നത്. ഫോണിന്റെ വലതുവശത്ത് നോക്കിയാൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടൺ കാണും. പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം നൽകിയിട്ടുള്ളത്. ഇടതുവശത്തായിട്ട് കാര്യമായിട്ട് ഒന്നുമില്ല. ഫോണിന്റെ മുകൾ ഭാഗത്ത് നോക്കിയാൽ സിം ട്രേയും അതുപോലെ തന്നെ വോയിസ് നോയിസ് ക്യാൻസലേഷൻ മൈക്കും കാണാൻ സാധിക്കും. സിം വരുന്നത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. ഫസ്റ്റ് ടൈം ആണ് സിം ട്രേ ഫോണിന്റെ മുകൾ ഭാഗത്തേക്ക് കാണാൻ സാധിക്കുന്നത്. സിം രണ്ടും 5G ആണ്. ഫോണിന്റെ താഴെ നോക്കിയാൽ സ്പീക്കർ ഗ്രില്ലും Type-C പോർട്ടും മെയിൻ മൈക്രോഫോണും അതുപോലെ തന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്കറ്റും കാണാൻ സാധിക്കും. അതുപോലെ ഫോൺ 5G ആയതിനാൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് 2 ബാൻഡുകളാണ്. ഒന്ന് N77 അതുപോലെ N78. അതുപോലെ തന്നെ ഇതിന്റെ റാം വന്നിരിക്കുന്നത് LPDDR4X റാം ആണ്. ഇതിന്റെ സ്റ്റോറേജ് മോഡൽ വന്നിരിക്കുന്നത് UFS 2.2 ആണ്. മറ്റ് ഫീച്ചേഴ്സായ വൈഫൈ കോളിംഗ്, ഡ്യുവൽ സ്പീക്കർ അതുപോലെ തന്നെ OTG സപ്പോർട്ടും കൂടി ഇതിൽ നൽകിയിട്ടുണ്ട്. ഫോണിന്റെ ബാറ്ററിയുടെ ഭാഗത്തുനിന്നാണെങ്കിൽ 4400 mAh ലിഥിയം ബാറ്ററിയാണ് നൽകിയിട്ടുള്ളത്. അതിനായി 55 വാട്ട് ഫ്ലാഷ് ചാർജാണ് വന്നിരിക്കുന്നത്. 50% ചാർജ് ആകാൻ വേണ്ടി 19 മിനിറ്റും ഫുൾ ചാർജ് ആകാൻ വേണ്ടി 50 മിനിറ്റുമാണ് കമ്പനി അവകാശപ്പെടുന്നത്. USB Type-C കേബിളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ചാർജിങ്ങിനായി. ഇതിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 186 ഗ്രാം ആണ്. ഈ മൊബൈൽ 3 വേരിയന്റ് ലഭ്യമാണ്. 6GB റാം, 128GB സ്റ്റോറേജ്, തന്നെ 8GB റാം, 128GB, അതുപോലെ തന്നെ 8GB റാം, 256 സ്റ്റോറേജ്. ഇതിന്റെ ബേസ് മോഡലിൽ വില വരുന്നത് 19,990 രൂപ മാത്രം. ഈ മൊബൈൽ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.